അമേരിക്കയ്ക്ക് ഇപ്പോൾ അതിശക്തമായൊരു മുന്നറിയിപ്പാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഖാലിബാഫ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇനിയും അമേരിക്കയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ അപകടം തന്നെയാണ്. വാഗ്ദത്തം ലംഘിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വില നൽകേണ്ട സാഹചര്യം ഉണ്ടാക്കും. മാത്രമല്ല അദ്ദേഹം പറയുന്നു, നിങ്ങൾ അടിക്കുക, ഞങ്ങൾ തിരിച്ചടിക്കും. ഇതായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ആക്രമിക്കാം, പക്ഷേ അതിന് ഒരു ഇരട്ടി കൂടുതൽ തിരിച്ചടി ഞങ്ങളിൽ നിന്നും ഉണ്ടാകും. അതുകൊണ്ട് ആക്രമണം എന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നിങ്ങൾ ഒരിക്കലും കയ്യോ കാലോ വെറുതെ ചലിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു ആക്രമണവും നടത്തേണ്ടതില്ല. നിങ്ങൾ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആഴങ്ങളിലേക്കായിരിക്കും ആപ്പതിക്കുക എന്നാണ്. മലീക് ഹോർമസ് കടലിടുക്ക് ഒരിക്കലും തന്നെ അമേരിക്കൻ ഭീഷണി കൊണ്ട് തുറക്കാൻ പോകുന്നില്ല. അത് ഇറാന്റെ നടപടികളിലൂടെ, ഇറാന്റെ നീക്കങ്ങളിലൂടെ മാത്രമേ ഹോർമസ് കടലിടുക്ക് തുറക്കുകയുള്ളൂ. അത് തുറക്കാനുള്ള ശ്രമമാണെങ്കിൽ ആ ശ്രമം അമേരിക്ക നടത്തേണ്ടതില്ല. അതൊരിക്കലും വിജയിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് കൃത്യമായി ഇപ്പോൾ ഖാലിബാഫ് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാന്റെ തീരപ്രദേശങ്ങളിലുള്ള പല ഭാഗങ്ങളെയും അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ അതിന് തിരിച്ചടിയായി ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും സെൻസിറ്റീവായ മിലിറ്ററി ഏരിയകളെ തെരഞ്ഞെടുത്താണ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കും. നിങ്ങൾ ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ ഭാഗത്ത് 2 തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ആക്രമണം നടത്തിയാൽ മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ ഏത് സമയത്തും തിരിച്ചടിക്ക് സജ്ജമായാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ ആക്രമണങ്ങളുടെ രീതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തിരിച്ചടികൾ തന്നെയാണ് അമേരിക്കക്ക് ഇപ്പോൾ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.